നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഇത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അമ്പലക്കടവ് ഭാഗമാണ്. ഈ ഭാഗത്ത് മഴക്കാലമായാൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടാണിത്. ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് കാരണമായത് പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തികളാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണ സമയത്ത് റോഡിനേക്കാൾ താഴ്ചയിലുണ്ടായിരുന്ന ഇവരുടെ വസ്തു രാത്രിയുടെ മറവിൽ മണ്ണിട്ട് നികത്തി റോഡിനേക്കാൾ പൊക്കത്തിൽ ആക്കുകയും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. കാൽനട യാത്രക്കാരും ടൂ വീലർ യാത്രക്കാരും ഉൾപ്പെടെ 8ഓളം പേർ ഈ വെള്ളക്കെട്ടിൽ തെന്നി വീണ് അപകടമുണ്ടായിട്ടുള്ളതായി വാർഡ് മെമ്പർ പി ജയകൃഷ്ണൻ പഞ്ചായത്ത് അധികാരികളെ അറിയിക്കുകയും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പി ലൈല ബീവി, BJP കുളത്തൂപ്പുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജി അരുൺ എന്നിവരും വാർഡ് മെമ്പറും കൂടി ഇന്ന് സ്ഥലം സന്ദർശിക്കുകയും എത്രയും വേഗം PWD അധികാരികളുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവി അറിയിച്ചു. അതാണ്ട ചാല് ഓടയുണ്ട്. ഇതേ ആരെങ്കിലും ഒരു സന്നദ്ധ സംഘടന ആരെങ്കിലും ഒക്കെ കൂടെ വിളിച്ചേ. തോണ്ടിയേ പറ്റും. ഓക്കെ. ബഹുമാന്യരെ, നമ്മുടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ അമ്പല വാർഡിൽ. ഈ അമ്പലത്തുമായി മുമ്പിൽ നമ്മുടെ ഈ റോഡിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ 2 വെള്ളക്കെട്ടുകൾ നിരവധി അപകടങ്ങളും കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഇതിലെ നടക്കുന്നതും സ്കൂളിൽ പോകുന്നതും അതിലുപരി ഈ അമ്പലത്തിൽ സന്ദർശിക്കാൻ ദൈനംദിനം ഒരുപാട് ഭക്തർ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കവലയാണിത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് PWന് നമ്മളിപ്പോൾ എന്തായാലും ഓട നിർമ്മിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഒരു കത്ത് നൽകും. അതോടൊപ്പം ഈ 2 വസ്തുക്കാർ, ഈ 2 വസ്തുവിന്റെ ഉടയന്മാർക്ക് നോട്ടീസ് നൽകും. കാരണം ഇത് താഴ്ന്നു കടന്ന ഭൂമിയായിരുന്നു. ഇവരിപ്പോൾ ഈ 2 ഭൂമിയിലും രാത്രി കാലങ്ങളിൽ മണ്ണിട്ട് ഉയർത്തി ഇവിടെ ജനങ്ങൾക്ക് ഇരു സൈഡിലൂടെ നിങ്ങൾക്ക് കാണാം, നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ട് ഇനിയിപ്പോൾ മഴ വളരെ കൂടുകയാണ്. അപ്പൊ എല്ലാ വെള്ളക്കെട്ടും ഒഴിവാക്കണമെന്നാണ് ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ. അപ്പൊ അത് അടിയന്തരമായി ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ 2 ഭൂ ഉടമകൾക്ക് നമ്മൾ കത്ത് കൊടുത്തുകൊണ്ട് അവരിവിടുന്ന് ഈ മണ്ണ് കുറച്ച് അധികമെങ്കിലും അവർ മാറ്റാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി കത്ത് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ഇടപെടാൻ കഴിയുന്നതാണ്. അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.